പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി വിഭാഗത്തിലേക്ക് ചോദിച്ച ചോദ്യങ്ങളാണ്. ഇതിന്റെ കാറ്റഗറി നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരും അവർ വിപ്ലവം നയിച്ച സ്ഥലങ്ങളുമാണ് നൽകിയിരിക്കുന്നത്. ഇവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. നാനാ സാഹിബ് നേതൃത്വം കൊടുത്തത് കാൺപൂരിലാണ്. മൗലവി അഹമ്മദുള്ള നേതൃത്വം കൊടുത്തത് ഫൈസാബാദിലാണ്. കൻവർ സിംഗ് നേതൃത്വം കൊടുത്തത് ആരയിലാണ്. ബീഗം ഹസ്രത്ത് മഹൽ ലക്നൌവിലാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 3 ശരിയല്ലാത്തത്. ശരിയായിട്ടുള്ളത് നോക്കാം. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1920 സമ്മേളനം നടന്നത് നാഗ്പൂരിലാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബേപ്പൂർ ടു തിരൂർ. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ടി പ്രകാശമാണ് ആന്ധ്ര കേസരി എന്ന് അറിയപ്പെടുന്നത്. ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്നറിയപ്പെടുന്ന നിവേദനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഐക്യരാഷ്ട്ര സഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. പോർച്ചുഗീസ്. അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ നോക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2 ശരിയായിട്ടുള്ളത്. ഈ പാളിയിൽ ഊഷ്മാവ് ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ മുകളിലോട്ട് പോകുമ്പോൾ കുറയുന്നു. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഇത് 2 ശരിയായിട്ടുള്ളത്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന കേരളത്തിലെ പ്രധാന ജലപാത ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. NW3. ഇപ്പോൾ കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ്. മൺസൂൺ വനങ്ങൾ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനങ്ങൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. ബംഗാളിലും ആസാമിലും വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. നോർവെസ്റ്റർ. ഇന്ത്യയിൽ ആദ്യമായി മെട്രോ സർവീസ് ആരംഭിച്ച നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. കൊൽക്കത്ത. ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ ഉണ്ടാകുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. ബജറ്റ് ലൈനും നിസ്സംഗതാ വക്രവും കൂട്ടിമുട്ടുന്ന ബിന്ദുവിൽ. ആസ്തികളിൽ ഏറ്റവും ലിക്വിഡായ രൂപം? ആൻസർ ഓപ്ഷൻ സി ആണ്. പണം. ഒരു വ്യക്തിയുടെ വരുമാനം ഇതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം. അതിൽ 0, പോസിറ്റീവ്, നെഗറ്റീവ് ഇത് 3 ചേർന്നതാണ്. ഉൽപാദക ഘടകങ്ങളുടെ ഡിമാൻഡ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഡിറൈവ്ഡ് ഡിമാൻഡ്. കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ ഈടാക്കുന്ന പലിശ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ബാങ്ക് നിരക്ക്. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഒഴിവാക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. വീട്ടമ്മമാരുടെ സേവനം. എന്നാൽ വാടക, ലാഭം, വേതനം ഇതെല്ലാം ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഒഴിവാക്കപ്പെടുന്നില്ല. ചുവടെ ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2 ശരിയായിട്ടുള്ളത്. 73 ഭേദഗതി പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 74 ഭേദഗതി നഗരപാലിക സമ്പ്രദായവുമായി ബന്ധപ്പെട്ടതാണ്. 1, 2 ശരിയായിട്ടുള്ളത്. 73 ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2 ശരിയായിട്ടുള്ളത്. ത്രിതല ഭരണ സമ്പ്രദായം പ്രാദേശിക തലത്തിൽ പ്രദാനം ചെയ്യുന്നു. ജില്ലാ പഞ്ചായത്താണ് മേൽഘടകം. ഇത് 2 ശരിയായിട്ടുള്ളത്. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 2, 3 ശരിയായിട്ടുള്ളത്. ജനസംഖ്യ ആനുപാതികമായി സംവരണം SC/ST വിഭാഗങ്ങൾക്ക് നൽകുന്നു. ആവശ്യമെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് OBC വിഭാഗത്തിനും സംവരണം നൽകാവുന്നതാണ്. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 3 ശരിയായിട്ടുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് സ്വതന്ത്ര അധികാരങ്ങളുണ്ട്. ഇത് 2 ശരിയായിട്ടുള്ളത്. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 3 ശരിയായിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെന്റ് ആണ് സംസ്ഥാന സാമ്പത്തിക കമ്മീഷനെ നിയമിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക നില പരിശോധിക്കുന്നത് സംസ്ഥാന സാമ്പത്തിക കമ്മീഷനാണ്. ഇത് 2 ശരിയായിട്ടുള്ളത്. ചുവടെ ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്?
ആൻസർ ഓപ്ഷൻ ബി ആണ് 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി ആലോചിച്ചാണ് പ്രസിഡന്റ് മറ്റ് ജഡ്ജിമാരെ നിയമിക്കുന്നത്. ജഡ്ജിമാരെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ പുറത്താക്കുന്നത് തെളിയിക്കപ്പെട്ട സ്വഭാവ ദൂഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രത്യേക ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്താക്കുന്നത്. റിട്ടുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാം. പ്രധാനമായും 5 റിട്ടുകളാണ് ഉള്ളത്. 2ഉം 3ഉം ശരിയാണ്. ഒന്നാമത്തേത് തെറ്റാണ്. സുപ്രീം കോടതിക്ക് മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ എന്നതാണ്. അത് തെറ്റാണ്. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദി എബോ. എല്ലാം ശരിയാണ്. സംസ്ഥാനത്തിനുള്ളിലെ കേസുകൾ പരിഗണിക്കുന്ന കോടതിയാണ് ഹൈക്കോടതി. സുപ്രീം കോടതിയുടെ തീരുമാനം എല്ലാ കോടതികളും അംഗീകരിക്കുന്നു. സുപ്രീം കോടതിക്ക് ഹൈക്കോടതി ജഡ്ജിമാരെ സ്ഥലം മാറ്റാൻ സാധിക്കും. ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 42ാം ഭേദഗതി ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നു. 45ാം ഭേദഗതി സംവരണം 10 വർഷത്തേക്ക് കൂട്ടുകയുണ്ടായി. ഇത് 2ഉമാണ് ശരിയായിട്ടുള്ളത്. കേരളത്തിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഇതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിലവിൽ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറാണ്. അതുപോലെ തന്നെ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനാണ്. അത് ശരി തന്നെയാണ്. ഒന്നാമത്തെ പ്രസ്താവനയും തെറ്റാണ്. വി ശിവൻകുട്ടിയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നാണ്. അത് തെറ്റാണ്. ഡോക്ടർ R ബിന്ദു ആണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അപ്പൊ ആ ഒരു ഓർഡറിലാണ് വരുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു, ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ, വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. കേരള ഭരണകൂടവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഓൾ ഓഫ് ദി എബോ. എല്ലാം ശരിയാണ്. ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ആണ്. 21 അംഗ മന്ത്രിസഭയാണ് ഇപ്പോഴുള്ളത്. സ്പീക്കർ AN ഷംസീറിന്റെ തെരഞ്ഞെടുപ്പ് മണ്ഡലം തലശ്ശേരിയാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദി എബോ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശ് സ്വദേശിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധീകരിക്കുന്ന ധർമ്മടം മണ്ഡലത്തെയാണ്. കോവളം മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുത്തത് M വിൻസെന്റിനെയാണ്. മനുഷ്യഹൃദയത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. മുകളിലത്തെ 2 അറകളിൽ ഒന്ന് ഇടത് ഏട്രിയം മറ്റേത് വലത് ഏട്രിയം എന്നും താഴത്തെ 2 അറകളിൽ ഒന്ന് ഇടത് വെൻട്രിക്കിൾ മറ്റേത് വലത് വെൻട്രിക്കിൾ എന്നും പറയുന്നു. വിലയേറിയ സമയം പാഴാക്കരുത് എന്ന സന്ദേശം ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് 2021 ലോക പക്ഷാഘാത ദിന സന്ദേശമാണ് വിലയേറിയ സമയം പാഴാക്കരുത്. താഴെ പറയുന്നതിൽ ഏതാണ് ഒരു വൈറസ് രോഗം? ആൻസർ ഓപ്ഷൻ ഡി ആണ് ജലദോഷം. ജലദോഷം എന്നത് ഒരു വൈറസ് രോഗമാണ്. 2021 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം എന്തിനാണ് ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ചൂടും സ്പർശനവും വേദനയും തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട് നാഡീവ്യൂഹത്തിലെ സ്വീകരണങ്ങളെ കുറിച്ചുള്ള പഠനത്തിന്. തയാമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ജീവകം B1 ആണ് തയാമിൻ എന്ന് അറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ് ജലാശയങ്ങളിൽ പോഷക ഘടകങ്ങൾ വർദ്ധിക്കുക എന്നതാണ് യൂട്രോഫിക്കേഷൻ. ഒരു വസ്തുവിനെ നിശ്ചലമായി നിലനിർത്തുന്ന ഒരു ശക്തിയാണ് സ്ഥിരഘർഷണം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 4ാമത്തെ പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്. ഗതിക ഘർഷണവും സ്ഥിതഘർഷണവും സമ്പർക്കത്തിലുള്ള പ്രതലത്തിലൂടെ പരപ്പളവിനെ ആശ്രയിക്കുന്നില്ല. ഗുരുത്വാകർഷണ ത്വരണത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ് 2ഉം 4ഉമാണ്. ഗുരുത്വ ത്വരണം ഉയരം കൂടുന്നതിനനുസരിച്ച് കുറയുന്നു. ഗുരുത്വ ത്വരണം ആഴം കൂടുന്നതിനനുസരിച്ച് കുറയുന്നു. ഇത് 2ഉമാണ് ശരിയായിട്ടുള്ളത്. പ്രകാശ വൈദ്യുത പ്രഭാവവുമായി ചേരാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 4ാമത്തതാണ് ചേരാത്തത്. ശരിയായിട്ടുള്ളത് നോക്കാം. ലോഹോപരിതലത്തിൽ പതിക്കുന്ന ഫോട്ടോണുകളുടെ ഊർജം തരംഗ ദൈർഘ്യത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും.
ലോഹോപരിതലത്തിൽ പതിക്കുന്ന പ്രകാശത്തിന്റെ തീവ്രത ഫോട്ടോണുകളുടെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കുന്നു. പ്രകാശ വൈദ്യുത പ്രവാഹം പ്രകാശ തീവ്രതയ്ക്ക് നേർ അനുപാതത്തിൽ ആയിരിക്കും. 2022 ഊർജതന്ത്രത്തിൽ നൊബേൽ പ്രൈസ് നേടിയത് ഏത് ഊർജതന്ത്ര ഗവേഷണത്തിനായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് ക്വാണ്ടം മെക്കാനിക്സ്. ശ്മശാനങ്ങളിലെ പ്രേതബാധ എന്ന തെറ്റിദ്ധരിപ്പിക്കാനിടയുള്ളത് ഏത് മൂലകത്തിന്റെ രൂപാന്തരത്തിന്റെ ഇരുട്ടിലുള്ള തിളക്കം മൂലമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഫോസ്ഫറസ്. ലൂയിസ് സിദ്ധാന്ത പ്രകാരം ആസിഡ് ആയിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് BF3. ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരമായി സമീപകാലങ്ങളിൽ ഉപയോഗിക്കുന്ന ബയോ ഇന്ധനങ്ങളിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് എഥനോൾ. ആധുനിക സിദ്ധാന്തം അനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളെ കണ്ടെത്താൻ കൂടുതൽ സാധ്യതയുള്ള മേഖലകളെ അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഓർബിറ്റൽ. ചുവടെ തന്നിരിക്കുന്ന കവികളിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയവർ ആരെല്ലാം? ആൻസർ ഓപ്ഷൻ സി ആണ് 1, 3, 4. ജി ശങ്കരക്കുറുപ്പ്, ONV കുറുപ്പ്, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ, ഭീതി വേണ്ട തരികതെനിക്കു നീ എന്നീ പ്രകാരം ദാഹജലം ചോദിച്ചത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ആനന്ദൻ മാതങ്കിയോടാണ് ചോദിച്ചത്. മലയാള ചെറുകഥകളും അവയുടെ ചലച്ചിത്ര ആവിഷ്കാരമാണ് ചുവടെ ചേർത്തിരിക്കുന്നത്. ശരിയായവ കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് 1, 2, 3 ശരിയാണ്. പള്ളിവാളും കാൽച്ചിലമ്പും, നിർമാല്യം, ഭാസ്കര പട്ടേലും എന്റെ ജീവിതവും, വിധേയൻ, നീലവെളിച്ചം, ഭാർഗവി നിലയം. സൈബർ ലോകം പ്രമേയമാക്കി നൃത്തം എന്ന നോവൽ രചിച്ചത്? ആൻസർ ഓപ്ഷൻ സി ആണ് M. മുകുന്ദൻ. മലയാള സാഹിത്യകാരനും ഗവേഷകനുമായ വെള്ളയാണി അർജുനനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ സി ആണ് 1, 3, 4 ശരിയാണ്. സർവവിജ്ഞാന കോശ ഡയറക്ടറാണ്. 3 D.Litt ബിരുദങ്ങൾ നേടിയ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ. സാക്ഷരതാ മിഷൻ ഡയറക്ടർ. അടുത്തത് മാത്സ് ഭാഗത്തിലെ ചോദ്യങ്ങളാണ്. 3/12 എത്ര കൂട്ടിയാൽ 1 കിട്ടും? ആൻസർ ഓപ്ഷൻ ബി ആണ് 3/4. 630 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 9 മണിക്കൂർ കൊണ്ട് 810 കിലോമീറ്റർ ഓടുന്നുവെങ്കിൽ തീവണ്ടിയുടെ ശരാശരി വേഗത എത്ര? ആൻസർ ഓപ്ഷൻ എ ആണ് മണിക്കൂറിൽ 90 കിലോമീറ്റർ. ഒരാൾ 13 മീറ്റർ കിഴക്കോട്ട് നടന്നതിന് ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 11 മീറ്റർ നടന്നു. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 5 മീറ്റർ നടന്നു. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 5 മീറ്റർ നടന്നു എങ്കിൽ നടക്കാൻ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലവുമായുള്ള അകലം എത്ര? ആൻസർ ഓപ്ഷൻ എ ആണ് 10. 54-ാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്തതാണ്. ഒരു തോട്ടത്തിൽ 3249 തെങ്ങുകൾ ഒരേ അകലത്തിൽ നിരയായും വരിയായും നട്ടിരിക്കുന്നു. നിരയുടെ എണ്ണവും വരിയുടെ എണ്ണവും തുല്യമാണ് എങ്കിൽ ഒരു വരിയിൽ എത്ര തെങ്ങുകളാണുള്ളത്? ആൻസർ ഓപ്ഷൻ സി ആണ് 57. ഒരു സംഖ്യയുടെ 4 മടങ്ങും 6 മടങ്ങും കൂട്ടിയപ്പോൾ 100 കിട്ടി എങ്കിൽ സംഖ്യയുടെ 3 മടങ്ങ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 30. ഓഗസ്റ്റ് 1 ചൊവ്വാഴ്ചയാണെങ്കിൽ നവംബർ 30 ഏത് ദിവസമായിരിക്കും? ആൻസർ ഓപ്ഷൻ ഡി ആണ് വ്യാഴം. 587 രൂപ സാധാരണ പലിശ കണക്കാക്കുന്ന ബാങ്കിൽ നിക്ഷേപിച്ചു. 5 വർഷം പൂർത്തിയാക്കിയപ്പോൾ പലിശയും മുതലും തുല്യമായി എങ്കിൽ 100 രൂപ ഒരു വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ ലഭിക്കുന്ന പലിശ എത്ര? ആൻസർ ഓപ്ഷൻ സി ആണ് 20. 126 പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും എണ്ണത്തിൽ തമ്മിലുള്ള അംശബന്ധം 3:5 ആണ്. ആൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ എത്രയാണ് കൂടുതലുള്ളത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് 84. 60-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് 50. അടുത്തത് ഇംഗ്ലീഷ് ഭാഗത്തിലെ ചോദ്യങ്ങളാണ്. Where did you go yesterday? The policeman told the boy. Choose the correct sentence in a reported speech. Answer option C ആണ്. The policeman asked the boy where he had gone the previous day. The athletes dashed on the ground and cried for help. Answer option A ആണ് lay. The athlete lay on the ground and cried for help. Find the wrongly spelt word. ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓണമറ്റോപ്പിയ. അതാണ് തെറ്റായിട്ടുള്ളത്. ദ ഇഡിയം ഓൺ ദ ട്രോട്ട് മീൻസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്
consecutively. On the trot means consecutively. The word catoptrophobia means. ആൻസർ ഓപ്ഷൻ എ ആണ്. ദ ഫിയർ ഓഫ് മിറേഴ്സ് ആണ് കാറ്റോപ്ട്രോഫോബിയ. ബാലുസ് റിട്ടൺ ദ ബുക്ക് ഡാഷ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഹാസിന്റ് ഹി. ബാലു ഹാസ് റിട്ടൺ ദ ബുക്ക് ഹാസിന്റ് ഹി. ദ മീനിങ് ഓഫ് ദ ഫ്രേസ് കാർട്ട് ബ്ലാഞ്ച്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ദ കംപ്ലീറ്റ് ഫ്രീഡം ടു ആക്ട് ആസ് വൺ തിങ്സ് ബെസ്റ്റ്. ദ ആന്റോണിം ഓഫ് ദ വേർഡ് റിഡണന്റ്. റിഡണന്റ് എന്നതിന്റെ ആന്റോണിം ആയിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. നെസസറി. ചൂസ് ദ കറക്റ്റ് സെന്റൻസ്. ആൻസർ ഓപ്ഷൻ എ ആണ്. ഐ ഹാഡ് ലെഫ്റ്റ് ഹോം ബിഫോർ ഹി കെയിം. ദ ഓഫീസർ വെന്റ് ഡാഷ് ദി റിപ്പോർട്ട് മെനി ടൈംസ് ആൻഡ് അപ്രൂവ്ഡ് ഇറ്റ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓവർ. ദ ഓഫീസർ വെന്റ് ഓവർ ദി റിപ്പോർട്ട് മെനി ടൈംസ് ആൻഡ് അപ്രൂവ്ഡ് ഇറ്റ്. അടുത്തത് മലയാള ഭാഗത്തിലെ ചോദ്യങ്ങളാണ്. ശരിയായ പദപ്രയോഗം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്. സ്വാദിഷ്ടം. 0 ഢായാണ് വരുന്നത്. സ്വാദിഷ്ടം. ശരിയായ ഭാഷാ പ്രയോഗം തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഈ തീരുമാനം സ്വീകാര്യമായിരിക്കുമെന്ന് തോന്നുന്നില്ല. സിംഹഭാഗം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. വലിയ ഭാഗം. അച്ഛൻ എന്ന വാക്കിന് പര്യായമായി വരുന്ന പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ജനകൻ. സ്മരിക്കുക എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്. വിസ്മരിക്കുക. വെഞ്ചാമരം എന്ന പദം പിരിച്ചെഴുതിയാൽ? ആൻസർ ഓപ്ഷൻ സി ആണ്. വെൺ അധികം ചാമരം, വെഞ്ചാമരം. വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. വിദുഷി. താഴെ പറയുന്നതിൽ ബഹുവചനമല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഭാഗവതർ. മർത്യർ, സമർത്ഥർ, ആസ്വാദകർ ഇതെല്ലാം ബഹുവചനത്തിന് ഉദാഹരണങ്ങളാണ്. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നതിന്റെ ഉചിതമായ മലയാള ശൈലി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. നിത്യാഭ്യാസി ആനയെ എടുക്കും. ക്ഷോഭിച്ചവൻ എന്നർത്ഥം വരുന്ന പദം? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ക്ഷുഭിതൻ. താഴെ പറയുന്ന വസ്തുക്കളിൽ ഉത്പാദനത്തിന് ഉദാഹരണമാകുന്ന വസ്തു ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 മാത്രം. കർപ്പൂരമാണ് ഉത്പാദനത്തിന് ഉദാഹരണമായി വരുന്നത്. LPGയുടെ ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ് എത്ര? ആൻസർ ഓപ്ഷൻ ബി ആണ്. 2%. LPGക്ക് ലീക്ക് തിരിച്ചറിയുന്നതിനായി ഗന്ധം നൽകുന്നതിന് LPGയിൽ ചേർക്കുന്ന രാസവസ്തു ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഈഥൈൽ മെർക്യാപ്റ്റൺ. ബ്ലീവ് എന്നതിന്റെ പൂർണ്ണ രൂപം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്. ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിംഗ് വേപ്പർ എക്സ്പ്ലോഷൻ. ഹൈഡ്രോളിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിന് പിന്നിലെ പ്രവർത്തന തത്വം താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. പാസ്കലിന്റെ നിയമം. ഹാനികരമായ വസ്തുക്കളുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ അപകടമുണ്ടായാൽ ഉപയോഗിക്കുന്നതിനായി ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വസ്തുവിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്ന രേഖയാണ് ഓപ്ഷൻ എ. ട്രംപ് കാർഡ്. ജലത്തിന്റെ ബാഷ്പീകരണ ലീനതാപം എത്ര? ആൻസർ ഓപ്ഷൻ സി ആണ്. 540. ഡിസ്ചാർജ് ഹോൺ ഏത് തരം ഫയർ എക്സ്റ്റിങ്ക്യൂഷന്റെ ഭാഗമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 2 മാത്രം. കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്ക്യൂഷർ. മണ്ണെണ്ണയുടെ ഫ്ലാഷ് പോയിന്റ് എത്ര? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 38 ഡിഗ്രി സെൽഷ്യസ്. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. വിറ്റാമിൻ കെ. പ്രഥമ ശുശ്രൂഷയിൽ CPR എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്. കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ. താഴെ പറയുന്നതിൽ എമർജൻസി ഹോർമോൺ ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അഡ്രിനാലിൻ. രക്തത്തിലെ ഓക്സിജൻ വാഹകർ താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഹീമോഗ്ലോബിൻ. വലിയ അളവിലുള്ള രക്തസ്രാവം നിയന്ത്രിക്കുന്നതിന് പ്രഥമ ശുശ്രൂഷ സമയത്ത് സ്വീകരിക്കാവുന്ന രീതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ബന്ധപ്പെട്ട പ്രഷർ പോയിന്റുകളിൽ തുടർച്ചയായി മർദ്ദം ചെലുത്തുക. താഴെ പറയുന്നതിൽ ശ്വസിച്ചാൽ ഏറ്റവും അപകടകരമായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. കാർബൺ മോണോക്സൈഡ്. പ്രഥമ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 3 മാത്രമാണ് ശരിയല്ലാത്തത്. ശരിയായിട്ടുള്ളത് പൊള്ളലേറ്റ ഭാഗത്തുണ്ടാകുന്ന കുമിളകൾ പൊട്ടിക്കരുത്,
പൊള്ളലേറ്റ ഭാഗത്ത് വസ്ത്രം ഉരുകിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യരുത്. ഇത് രണ്ടുമാണ് പ്രഥമ ശുശ്രൂഷയിൽ ഉൾപ്പെടുന്ന കാര്യം. ബന്ധമില്ലാത്തതാണ്. പൊള്ളലേറ്റ ഭാഗം ലഭ്യമായ തുണി ഉപയോഗിച്ച് കെട്ടിവെക്കണം. അത് തെറ്റായിട്ടുള്ളതാണ്. താഴെ പറയുന്നതിൽ പ്രഥമ ശുശ്രൂഷയിൽ ചെയ്യരുതാത്തത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 4 മാത്രമാണ് ചെയ്യരുതാത്തത്. ചെയ്യാവുന്നത്: പ്രഥമ ശുശ്രൂഷയുടെ മുൻഗണന നിശ്ചയിക്കണം, സ്വന്തം സുരക്ഷ ഉറപ്പുവരുത്തണം, അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കണം. അസ്ഥിഭംഗത്തോടൊപ്പം അസ്ഥിമാംസപേശികളും ത്വക്കും ഭേദിച്ച് പുറത്തു വരുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. വിഷമഭംഗം. IT നിയമത്തിലെ ഏത് വകുപ്പാണ് സൈബർ ഭീകരതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. വകുപ്പ് 66F. കമ്പ്യൂട്ടർ ഉറവിടങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് IT ആക്ട് 2000 ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. വകുപ്പ് 66D.